ഞാൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ മുതലല്ലേ. അതുകൊണ്ട് ഇതിൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പറയും. അതൊക്കെ എൻ്റെ അവകാശമാണ്. ഹായ് ഗായ്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്മാർട്ട് വാച്ചാണ്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. HW22 Pro എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നത് HW22 എന്നുള്ള മാതത്തിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ ആയിരുന്നു. ഇത് കഴിഞ്ഞ വീഡിയോയിലേക്കാളും എന്താ പറയുക, ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള നല്ലൊരു കിടിലൻ സാധനമാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ പൊളി സാധനം എന്നൊക്കെ പറയില്ല, അത് തന്നെ സംഭവം വല്ലാത്ത അതില്ലേ. അപ്പോൾ ആ രീതിയിലുള്ളൊരു വാച്ചാണ്. അപ്പോൾ നമുക്ക് വാച്ചിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കുന്ന മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ മറ്റുള്ളവരെ കൂടി മാക്സിമം ഷെയർ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളെ വാച്ച് ഇതാണ്. ഇവിടെ മുകളിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് HW22 Pro എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കൊടുത്തിട്ടുള്ളതൊക്കെ വാച്ച് ബേസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറെ ബോക്സിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതൊരു റിയൽ എന്താ പറയുക വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു ഡിവൈസാണ് കേട്ടോ. അത് ആ രീതിയിലാണ് ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിവിടെ കമ്പനിയുടെ പ്രത്യേകം ഇവിടെ മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. വേറെ പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം Series 6 സ്പേസ് അലൂമിനിയം കേസ് 44 mm. ഓക്കെ, പിന്നെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ വാച്ചിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ബോക്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് സ്മാർട്ട് വാച്ച് ഉണ്ട്, പിന്നെ ബാൻഡ് ഉണ്ട്, ചാർജിങ് കേബിൾ ആൻഡ് യൂസർ മാനുവൽ. പിന്നെ ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഒരിക്കലും മെഡിക്കൽ പർപ്പസിന് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ മെയ്ഡ് ഇൻ ചൈന എന്നുള്ളൊരു ബ്രാൻഡിങ്ങും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ എന്താ പറയുക, വാച്ച് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നമ്മുടെ ഡിവൈസ് നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പതിയെ ബോക്സ് ഒന്നും ഇങ്ങനെ ഉണ്ട് പൊക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ സ്മാർട്ട് വാച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വാച്ചിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നീട് നമ്മൾ ജസ്റ്റ് വീണ്ടും ഒന്നും കൂടി ഒന്ന് പൊക്കി നോക്കിയാലോ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്താ പറയുക, വാച്ച് സ്ട്രാപ്പ് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ നമ്പർ ഇട്ടിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഈ വാച്ചിൽ സ്ട്രാപ്പ് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. പിന്നീടാണ് നമ്മളെന്താ പറയുക, വാച്ചിൻ്റെ സ്ട്രാപ്പ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ നമ്മളെ മെയിൻ ഡിവൈസായ വാച്ചും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മളെ സ്ട്രാപ്പ് ഒന്ന് നോക്കാം. സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സത്യസന്ധമായിട്ട് പറയുന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത്ര വലിയൊരു ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പും കാര്യങ്ങളൊന്നുമല്ല. ഇതിൻ്റെ മുമ്പ് ചെയ്തിരുന്ന വീഡിയോയിലൊന്നും ഇതിനെക്കാട്ടൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഒരു ആവറേജ് ചാത്തനല്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം സ്ട്രാപ്പിൻ്റെ കാര്യം വിട്ടേക്കുക, അതോടെ കിടക്കാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് വേറെ എന്തൊക്കെ ബോക്സിലുള്ളതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇതോടെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ബോക്സ് ഒന്ന് പതിയെ പൊക്കി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വയർലെസ് ചാർജിങ് ആണ്. കണ്ടില്ല, നോർമലി ഇതിന് മുമ്പത്തെ നമ്മൾ ചെയ്തപ്പോൾ വന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബോക്സ് ആയിരുന്നു. അത് അതിൽ ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ട്രൂലി വയർലെസ് ചാർജിങ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. കേബിൾ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ബോക്സിൽ കാണാൻ സാധിക്കുന്നത് ഒരു യൂസർ മാനുവലാണ്. എന്തത് ചൈനീസും ഇംഗ്ലീഷും ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു യൂസർ മാനുവലും ഈ വാച്ചിൽ ബോക്സിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ വാച്ച് ഒന്ന് എടുത്തിട്ട് അതൊന്ന് ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെ കാര്യങ്ങളെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 4ഓളം ഫീച്ചേഴ്സ് ഈ ഒരു വാച്ചിൽ ഇൻക്ലൂഡാണ്, അധികമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു എന്താ പറയുക വയർലെസ് ചാർജിങ് ഉള്ള ഈ സംഭവം. ഓക്കെ, ഈ ഒരു ഡിസൈനിലാണ് നമ്മളെ വാച്ച് വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു കവറിങ്ങിലൊക്കെ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് കമ്പനി സംഭവം വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നമ്മളെ വാച്ച് മാത്രം ഒന്ന് എടുത്തിട്ട് നോക്കാം നമുക്ക് വാച്ചിൻ്റെ എന്തൊക്കെ കാര്യങ്ങളെന്നുള്ളത്. സാധാരണ നോർമലി വരുന്ന അതേപോലെ തന്നെ വന്നിട്ടുള്ളത്. ബാക്കിലൊക്കെ സെറാമിക്കാണ്. ഈ ഒരു കാണുന്നതാണ് സെൻസറും കാര്യങ്ങളും, ഇതിൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ഡിസൈനിൽ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സെയിം ആപ്പിൾ വാച്ച് Series 6 വരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അലൂമിനിയം ഫ്രെയിമാണുള്ളത്. പിന്നെ ബാക്കിൽ സെറാമിക് നേരത്തെ പറഞ്ഞു. പിന്നെ ഗ്ലാസ്സിലൊക്കെ കണ്ട ഒരു സ്ക്രീൻ ഗാർഡോട് കൂടിയിട്ടാണ് അത് പൊട്ടിച്ചിട്ട് തന്നെയാണ് കമ്പനി പുറത്തോട്ട് വിട്ടിട്ടുള്ളത്.
ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്താ പറയുക, അത് ഓൺ ചെയ്യാനുള്ള പവർ ഓൺ പവർ ഓഫ് ബട്ടണാണ്. സീരീസ് 6 പോലെ തന്നെ സെപ്പറേറ്റ് ഒരു ബട്ടൺ അഡീഷണൽ ആയിട്ട് അതിന് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ നമ്മൾ ചെയ്ത വാച്ചിൽ ആ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ഡമ്മി മാത്രമേ ഉണ്ടായിരുന്നു, ആളെ പറ്റിക്കുന്ന പരിപാടി. പിന്നെ ഈ ഒരു ക്രൗണാണ് ഇത്. എന്താ പറയുക, ഒരു ബട്ടണും കൂടി നമുക്ക് ബാക്ക് അടിച്ച് പോകാനുള്ള ബട്ടണും പിന്നെ വർക്കിംഗ് ഉള്ളൊരു ക്രൗണാണ്. പിന്നെ ഈ കാണുന്നതാണ് ഒരു മൈക്ക് കാര്യങ്ങളൊക്കെ. നമുക്ക് ഫോൺ എടുത്ത് സംസാരിക്കണമെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്കിത് കൂളിംഗ് പർപ്പസ് ഒക്കെ ഉള്ളതല്ല, അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മൈക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കണ്ട സെയിം ആപ്പിൾ വാച്ചിൻ്റെ അതേ സീരീസ് 6 തന്നെ കണ്ടില്ലേ. ഇവന്മാരെ കൂടി ആപ്പിൾ വാച്ചിനെ പൂട്ടിച്ചില്ലേ വേണ്ടില്ല, ആ കോലത്തിലാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ നീട്ടിക്കൊണ്ടാവാതെ നമുക്ക് നേരെ വാച്ചൊന്ന് ബൂട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്താ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഗ്രാഫിക്സോട് ഒരു മ്യൂസിക് കൂടിയിട്ടാണ് വാച്ച് ഓപ്പൺ ആവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ വാച്ച്. ഡിസ്പ്ലേ ഒക്കെ നല്ല പൊളി സാധനം കേട്ടോ, നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ, നല്ല ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ വാച്ചിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു 4 ഫീച്ചേഴ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത്, അതായത് നമ്മൾ മുമ്പത്തെ ചെയ്ത വാച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള കാര്യം ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞു നമ്മുടെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഈ രീതിയിലാണ് ഇതിൻ്റെ ചാർജർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നീട് രണ്ടാമതായിട്ട് സംഭവം ഈ ഒരു മെയിൻ ബട്ടൺ തന്നെയാണ്. ഈ പവർ ഓണിൻ്റെ പവർ ഓഫ് ബട്ടണാണ് രണ്ടാമത് സീരീസ് 6 കൊടുത്തിട്ടുള്ള അതേ രീതി തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിന് മുമ്പ് ചെയ്ത വാച്ചിൽ അതൊരു ഡമ്മി ആയിട്ട് ജസ്റ്റ് ഒരു ഷോക്ക് മാത്രം വെച്ചിരുന്നതാണ്. 2 ഫീച്ചേഴ്സും കൂടി വാച്ചിൽ ആഡ് ചെയ്തിട്ടുള്ളത് 43ഓളം വാച്ച് ഫേസ് ഇതിൽ ഇൻബിൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് നമ്മുടെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഇതിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്കിതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ആപ്ലിക്കേഷനിലും ഒരു 7ഓ 8ഓ വാച്ച് ഫേസ് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ബലമായ സംശയം. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇതിലൊരു 5 ടൈപ്പ് മെനു സ്റ്റൈലും ഈ വാച്ചിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴായിട്ട് നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് ഒന്ന് ഇതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മളെ വാച്ചിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു ലുക്കും കാര്യങ്ങളതൊക്കെ വന്നിട്ടുള്ളത്. ഈ വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ കാണുന്ന ഈ ക്രൗണില്ലേ, ഈ ക്രൗണ് ജസ്റ്റ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ മാറി. ഓട്ടോമാറ്റിക് മാറില്ല, നമ്മളിവിടെ തിരിക്കുമ്പോൾ മാറുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിലുള്ള വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ? 43 ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ മെനു സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ നിലവിലുള്ള മെനു സ്റ്റൈൽ ഇതാണ്. മുകളിൽ നിന്ന് താഴോട്ടൊന്നുണ്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് നോട്ടിഫിക്കേഷൻ, അതായത് ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ടോർച്ച് ഉണ്ട്, ടോർച്ച് വെച്ചാൽ ടോർച്ചൊന്നുമില്ല, ആ ഡിസ്പ്ലേ ഒന്നുണ്ട്, ഒരു വലിച്ചടിക്കില്ല, ആ ഒരു രീതി. പിന്നെ നമ്മളെ ബാക്കപ്പ് ഗസ്റ്ററാണ് കാര്യങ്ങൾ. കൈ ചെയ്തിരിക്കുന്നതനുസരിച്ചിട്ട് വാച്ചിൻ്റെ ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തും, അത് ഞാൻ കത്തിച്ച് കാണിച്ചു തരാം. പിന്നെ ഇത് ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങളാണ്. ഇത് ബാറ്ററി ഒന്ന് കുറച്ചും കൂടി ഒരു പവർ സേവിങ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സംഭവം. ഇവിടെ ഈ ഒരു ബാറ്ററിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഇതിലൊന്ന് നെക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ 5 എണ്ണം ഇവിടെ കാണില്ല. അപ്പോൾ നിലവിലേക്ക് എടുക്കുന്ന ഏറ്റവും ലാസ്റ്റത്താണ്. അപ്പോൾ നമുക്ക് ഒന്നുങ്ങുന്നത് തുടങ്ങാം. അതിൽ നല്ല ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്നും കൂടി ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഇതിന് മെനു സ്റ്റൈൽ വരിക. രണ്ടാമത്തെ ജസ്റ്റ് നോക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് താഴോട്ടൊന്ന് വലിച്ചിട്ട് ഇതിലും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ രണ്ടാമത്തിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതും അപ്പോൾ അവിടെ മാറിയിട്ടുണ്ടാവും. ഉണ്ടാ, ഇതും പഴയ നമ്മൾ ഫസ്റ്റ് ചെയ്തും വലിയ മാറ്റമൊന്നുമില്ല. മൂന്നാമത്തെ നമുക്ക് നോക്കാം. ഇതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. മൂന്നാമത് സ്മാർട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നമ്മളെ നോർമൽ നമ്മളെ ആപ്പിൾ വാച്ചിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഇത്. ഉണ്ടാ, ഇതിങ്ങനെ പിടിച്ചിങ്ങനെ കളിച്ച് നല്ല രസമാണ്. കണ്ടില്ലേ, ഇത് നമുക്കിങ്ങനെ ക്രൗൺ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇങ്ങനെ സൂമായിട്ടൊക്കെ വരും. പിന്നെ നമ്മൾ ഒന്നും കൂടി താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ 9 apps എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഈ ഒരു രീതിയിലാണ് വരിക. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് വരിക. പിന്നെ നോർമൽ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു സംഭവം തന്നെയാണ് ഇതിൽ 5ാമതായിട്ട് വന്നിട്ടുള്ളത്, ഈ ഒരു സ്റ്റൈല്. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ട് എടുത്തു വരേണ്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് സെൻസറും കാര്യങ്ങളും ഇതൊക്കെ അതിൻ്റെയൊക്കെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ തരണ്ട ഈ ഒരു രീതിയിൽ ഉള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് കൂൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ബട്ടൺ നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡയൽ പേഡ് കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഇതിൻ്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വലിക്കുമ്പോൾ ഒരു സോഷ്യൽ മീഡിയൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ആ ഒരു രീതിയിൽ ഇവിടെ സ്പ്ലിറ്റ് ആയിട്ട് സ്ക്രീൻ രണ്ടെണ്ണം ആയിക്കണ്ട് ഈ ഒരു രീതിയിലാണ് വരിക. കണ്ടില്ല, FBൻ്റെ അതുപോലെ തന്നെ കോൾ റെക്കോർഡ് ചെയ്യാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ടൈമൊക്കെ ആയിക്കണ്ട് അങ്ങനെ അവിടെ കാണിക്കും. നമുക്ക് വാച്ചൊന്ന് കയ്യിലൊന്ന് കെട്ടി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് കെറ്റാൻ ഒന്നാമത് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഒരു സംഭവമാണ്. പെട്ടെന്ന് നമുക്ക് കയ്യിൽ വളരെ സിമ്പിളായിട്ട് അത് കെട്ടി ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ബാക്കപ്പ് ഗസ്റ്റർ കണ്ടാ, അത്യാവശ്യം വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ വയർലെസ് ചാർജിങ് ഏത് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഒരു പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. പവർ ബാങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം, ചാർജർ കണക്ട് ചെയ്ത്. ഓക്കെ, ജസ്റ്റ് ചാർജർ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ വാച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിലൊന്നും ഇട്ട് കൊടുക്കണം. കണ്ട, ഇത് ഇങ്ങനെ എടുത്തെന്ന് വെച്ചിട്ട് ഊരി പോകുന്നില്ല, കാരണം അതൊരു മാഗ്നറ്റിക് ആണ്. ഇതിവിടെ ചാർജിങ് കയറുന്നുള്ളതിനൊരു ഇൻഡിക്കേറ്റർ നമുക്കിവിടെ ഗ്രീൻ ലൈറ്റ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. കാണില്ലേ, അത് ഒരു മാഗ്നറ്റിക് ആണ്. കണ്ടില്ല, അത് ഈ ഒരു രീതിയിലാണ് ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തിട്ട് അതിലുള്ള വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ ഇതിലോട്ട് അങ്ങനെ മാറ്റുക എന്നുള്ളത് കൂടി ഞാൻ വേഗം ഒന്ന് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ വാച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ എക്യുപ്മെൻറ്റ് പറഞ്ഞ ഭാഗത്ത് നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അവ ഏതൊക്കെ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് വാച്ച് ഫേസ്, നല്ല വെറൈറ്റി ജാതി വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ഉള്ള സംഭവങ്ങൾ ഇവിടെ കുറച്ച് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വാച്ച് ഫേസ് ഒന്ന് സെലക്ട് ചെയ്ത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഡൗൺലോഡിങ്ങിന് കാണിക്കുന്നുണ്ട്. ഇതിലോട്ട് ആഡ് ചെയ്യുന്നൊരു സമയമാണ് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് സെക്കൻഡുകൾ എടുക്കും അതൊന്നും ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് വരാൻ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക മാക്സിമം. അപ്പോൾ അതവിടെ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, വാച്ച് പുഷ് സക്സസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ മാറിയുള്ളത്. കളറിലൊക്കെ മാറ്റമുണ്ടല്ലോ അല്ലേ, ഇവിടെ ഓറഞ്ച് കാണിക്കുന്നുണ്ട്, ഇവിടെ വേറെ രീതിയിലുള്ള കളറിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, സംഭവം മാറുന്നു, വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ എത്തിച്ചു കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ.